ഡിയർ സ്റ്റുഡൻസ്, നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന പൈത്തൺ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിംഗ് ലാബിൻ്റെ 23 പ്രോഗ്രാമുണ്ട്. ആ 23 പ്രോഗ്രാമും നമ്മൾ ചെയ്തിട്ട് അത് പ്ലേ ലിസ്റ്റ് ആക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കോഴ്സ് കോഡ് പറയാം. PCADL 308 ആണ്. അപ്പോൾ ഇതിൻ്റെ അത് കോഴ്സ് സബ്ജക്റ്റ് ദ കോഴ്സ് എയിം ടു ഫെമിലൈസ് സ്റ്റുഡൻസ് വിത്ത് ബേസിക് പൈത്തൺ കൺസെപ്റ്റ് ആൻഡ് ഡാറ്റ സ്ട്രക്ചേഴ്സ്, model graphical representation of data, measure of central tendency and measure of dispersion. The course will also introduce students to use Python in solving problems based on statistical distribution, regression analysis and correlation test. ഇതിപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം 1 മുതൽ ഏകദേശം 7 വരെയുള്ളത് ബേസിക് പൈത്തൺ പ്രോഗ്രാമിങ്ങിലുള്ളതാണ്. അത് സ്ട്രിങ്, ലിസ്റ്റ്, ടപ്പിള്, ഡിക്ഷണറി അതിലൊക്കെ വരുന്നതാണ്. ഇത് മാത്തമാറ്റിക്സ് ഇതുപോലെ 8th മുതൽ മാത്തമാറ്റിക്സ് ഉള്ളതാണ്. 8, 9, 10, 11, 12, 13 ഇതൊക്കെ മാത്തമാറ്റിക്സ് വരുന്നതാണ്. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഇത് 13 ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ്. 15 മാത്സിൽ വരുന്നതാണ്. ഇത് കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുന്നത്. ഇത് മാത്തമാറ്റിക്സിലെ ടി ടെസ്റ്റാണ്. ഇതും അതുപോലെ തന്നെയാണ്. നൾ ഹൈപ്പോസ് എടുത്ത് ടി ടെസ്റ്റാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കൈ സ്ക്വയർ ടെസ്റ്റാണ് ചെയ്യുന്നത്. ഇത് പ്രോബ്ലം നമ്പർ 15 കൈ സ്ക്വയർ ടെസ്റ്റാണ് നടത്തുന്നത്. ദെൻ 19 ഇത് റിഗ്രഷൻ ഇക്വേഷനാണ്. 19 അത് മാത്സിൽ വരുന്നതാണ്. ദെൻ ഇനി വരുന്നത് മെഷീൻ ലേണിംഗ് ആണ്. ലോജിസ്റ്റിക് റിഗ്രഷൻ പ്രോഗ്രാം നമ്പർ 20 ലോജിസ്റ്റിക് റിഗ്രഷൻ, 21 ഡിസിഷൻ ട്രീ ക്ലാസിഫയർ, 22 റാൻഡം ഫോറസ്റ്റ് ക്ലാസിഫയർ, 23 പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസ് എന്ന് വെച്ചാൽ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ആണ്. ഇതാണ് നിങ്ങൾക്ക് ഇത് വരുന്നത്. ഇതിൽ നമ്മൾ ആദ്യത്തെ പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പ്രോഗ്രാം മുതൽ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് പ്രോഗ്രാം റൈറ്റ് എ പ്രോഗ്രാം ടു റിമൂവ് എവരി ഒക്കറൻസ് ഓഫ് എ നമ്പർ ഫ്രം ലിസ്റ്റ്. നമ്മൾ ഓരോന്നായിട്ട് ചെയ്യുകയാണ്. നിങ്ങൾ ഈ 23 പ്രോഗ്രാമും ഞാനൊരു പ്ലേ ലിസ്റ്റിലിടും. ഇത് കൂടാതെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളത് നമ്മൾ അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ എന്ന് പറയുന്ന ഫസ്റ്റ് സെമസ്റ്ററിലെ നിങ്ങളുടെ പൈത്തൺ ഇതിൽ സബ്ജക്റ്റിൻ്റെ അകത്ത് ഉള്ള വീഡിയോ ഞാനൊരു 50 വീഡിയോസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അതിൽ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ട് ഫെമിലറൈസ് ചെയ്യുക. ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. മെഷീൻ ലേണിംഗും മാത്സും അറിയുന്നവർക്കാണ് ഇത് ചെയ്യാൻ പറ്റുക. കൂടാതെ പ്ലേസ്മെൻറ്റ് ട്രെയിനിങ്ങിന് പോകുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലേസ്മെൻറ്റ് ട്രെയിനിങ്ങിന് ടെക്നിക്കലായിട്ട് പ്ലേസ്മെൻറ്റ് ട്രെയിനിങ്ങിൽ നിങ്ങളോട് ഒരു കോഡ് എഴുതാൻ ചോദിക്കും. അത് പൈത്തണിലാണ് ഏറ്റവും എളുപ്പത്തിൽ എഴുതാൻ പറ്റുക. അപ്പം നിങ്ങൾ ഈ അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ എന്നുള്ളതും അതുപോലെ തന്നെ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിംഗ് ലാബിലെ വീഡിയോസ് എല്ലാം നന്നായിട്ട് ഫെമിലറൈസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം നമ്പർ 1 റൈറ്റ് എ പ്രോഗ്രാം ടു റിമൂവ് എവരി ഒക്കറൻസ് ഓഫ് എ നമ്പർ ഫ്രം എ ലിസ്റ്റ്. ഇതാണ്. അപ്പോൾ നമ്മൾ ഇത് റൺ ചെയ്യുവാണെങ്കിൽ എന്താണ്, ആദ്യം നമ്മളൊരു ലിസ്റ്റ് കുറേ നമ്പേഴ്സ് എൻ്റർ ചെയ്യണം. അപ്പം നമ്മൾ റൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും, എൻ്റർ നമ്പേഴ്സ് സെപ്പറേറ്റഡ് ബൈ സ്പേസ്. അപ്പം നമ്മൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. 2, 45, 23, 5, 45, 78, 5, 7 രണ്ട് നമ്പറിൻ്റെ ഇടയിൽ സ്പേസ് വേണം. അത് കഴിഞ്ഞാൽ എൻ്റർ ദ നമ്പർ യു വാണ്ട് ടു റിമൂവ്, ഏതാണ് നമ്മൾ ഇരുന്ന് റിമൂവ് ചെയ്യാൻ പോകുന്നതെന്ന്. 78. അപ്പം ഒറിജിനൽ ലിസ്റ്റ് പ്രിൻ്റ് ചെയ്യും. ഇതാണ് ഒറിജിനൽ ലിസ്റ്റ് പ്രിൻ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ലിസ്റ്റ് ആഫ്റ്റർ റിമൂവിങ് 78. ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ആദ്യം ഒരു ലിസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നു. അതിൻ്റെ അന്നൊരു നമ്പർ നമ്മൾ റിമൂവ് ചെയ്യാൻ പറയുന്നു. റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ലിസ്റ്റ് കിട്ടുന്നു. റിമൂവ് ചെയ്യുന്നതിന് മുമ്പുള്ള ലിസ്റ്റ് ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലുള്ള ലിസ്റ്റ്, റിമൂവ് ചെയ്യേണ്ട നമ്പർ ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇത് രണ്ടും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് നമ്മൾ ആദ്യം എൻ്റർ ചെയ്ത് കൊടുക്കണം. എൻ്റർ നമ്പേഴ്സ് സെപ്പറേറ്റഡ് ബൈ സ്പേസ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇവിടെ എൻ്റർ ദ നമ്പർ യു വാണ്ട് ടു റിമൂവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നമ്പർ 78 കൊടുക്കണം. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഒറിജിനൽ ലിസ്റ്റാണല്ലോ, ഒറിജിനൽ ലിസ്റ്റ് പ്രിൻ്റ് ചെയ്യും.
അതിന് അപ്ഡേറ്റ് ലിസ്റ്റ് ആഫ്റ്റർ റിമൂവിങ് 78 കഴിഞ്ഞിട്ട് അതും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കോഡ് നമുക്കൊന്ന് നോക്കാം. കോഡ് ഇതാണ്. പ്രോഗ്രാം ടു റിമൂവ് ഓൾ ഒക്കറൻസ് ഓഫ് എ നമ്പർ ഫ്രം എ ലിസ്റ്റ്. ടേക്ക് ലിസ്റ്റ് ഇൻപുട്ട് ഫ്രം യൂസറാണ് ഇൻപുട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്പർ കൊടുക്കണമായിട്ട് നമ്മൾ അതിൻ്റെ കോഡ് ഇതാണ്. അതിൻ്റെ കോഡ് നംസ് ഇതുണ്ടോ. ആദ്യം നമ്മൾ നോക്കുക, ഇൻപുട്ട് ഇത് മുതൽ ഇതുവരെയുള്ളത് നോക്കുക. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണ് എൻ്റർ നമ്പർ സെപ്പറേറ്റഡ് ബൈ സ്പേസ്. അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അതിനെ ഒരു സ്ട്രിങ് ആയിട്ടാണ് എടുക്കുക. ആ ഇൻപുട്ട് ചെയ്യുന്നതിന് ഒരു സ്ട്രിങ് ആയിട്ടാണ് എടുക്കുക. നമ്മൾ എഴുതി കാണിക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റർ നമ്പർ സെപ്പറേറ്റഡ് ബൈ സ്പേസ്. അപ്പം നമ്മൾ ഇത് എൻ്റർ ചെയ്ത് കൊടുക്കണം. എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിനെ സ്ട്രിങ് ആയിട്ടാണ്, ഇൻവേർട്ടഡ് കോമയിലുള്ള സ്ട്രിങ് ആയിട്ടാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത് ഡോട്ട് സ്പ്ലിറ്റ് എന്ന് പറയണം. ഇത് ഡോട്ട് സ്പ്ലിറ്റ് എന്ന് പറയുമ്പോൾ ആ സ്പേസിനെ വെച്ച് അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഇതാണ്, മാപ്പ്. ഇതാണ് ഇൻഡിജേഴ്സ്, അതാണ് മാപ്പ് ചെയ്യുന്നത്. മാപ്പ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്നുള്ളതിനെ നമ്മൾ ഇൻഡിജറായിട്ട് മാപ്പ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കണം. അപ്പം നമ്പർ എന്ന് പറഞ്ഞാൽ ലിസ്റ്റാണ്. ഒന്നും കൂടെ പറയാം. ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ അകത്തുള്ളതിനെ ഒരു ലിസ്റ്റായിട്ട് എടുക്കും. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിനെ സ്പേസ് വെച്ച് സ്പ്ലിറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഈ ഒരു ബ്രാക്കറ്റും ഇത് ബ്രാക്കറ്റും അതിനെ ഇതിൻ്റെ അകത്തുള്ള ഇൻഡിജറിനെ എടുത്ത് ഇൻഡിജറായിട്ട് മാപ്പ് ചെയ്യും. അപ്പോൾ ഇപ്പം അതിൻ്റെ അകത്തുള്ള ഇൻഡിജർ കിട്ടി. ഇനി അതിനെ ഒരു ലിസ്റ്റാക്കി എടുക്കും. അതാണ് എന്നിട്ട് അതിനെ ഒരു ലിസ്റ്റാക്കി എടുക്കും. അതാണ് ഈ ലിസ്റ്റ്. കണ്ട, പ്രിൻ്റ് ഒറിജിനൽ ലിസ്റ്റ് നംസ്. അതാണ് ഈ ലിസ്റ്റ്. ദെൻ റിമൂവ് നമ്പർ. എൻ്റർ ദ നമ്പർ യു വാണ്ട് ടു റിമൂവ്. ഇതാണ് എൻ്റർ ദ നമ്പർ യു വാണ്ട് ടു റിമൂവ് എന്ന് പറഞ്ഞാൽ നമ്മൾ 78 കൊടുക്കും. എന്നിട്ട് അത് നമ്മൾ ചെയ്ത് കൊടുക്കണം. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, റിമൂവ് ഓൾ ഒക്കറൻസ്. റിസൾട്ട് എക്സ് ഫോർ എക്സ് ഇൻ നമ്പേഴ്സ് ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു റിമൂവ് നമ്പർ. എക്സ് നോട്ട് ഈക്വൽ ടു റിമൂവ് ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 75, എക്സ് ഈക്വൽ ടു 75 നമ്മൾ റിമൂവ് ചെയ്ത് കളയും. എക്സ് നോട്ട് ഈക്വൽ ടു 78 മാത്രം ആ റിസൾട്ടിലുണ്ടാവും. ആ റിസൾട്ടാണ് പിന്നെ പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അവസാനം നമ്മളിത് അപ്ഡേറ്റ് ലിസ്റ്റ് ആഫ്റ്റർ 78 ഇതുണ്ടോ, അപ്ഡേറ്റ് ലിസ്റ്റ് ആഫ്റ്റർ റിമൂവ് നമ്പർ എന്ന് പറഞ്ഞാൽ 78. അത് കഴിഞ്ഞിട്ട് റിസൾട്ട് വരും. അപ്പോൾ നിങ്ങളിതിൻ്റെ കോഡ് നന്നായിട്ട് നോക്കിയിരിക്കുക. ഇത്രയാണ് ഇതിൻ്റെ കോഡ്. ഓക്കെ.